എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോ ആണ്, പുതിയൊരു ദിവസത്തെ. പിന്നെ ഇന്ന് നമുക്ക് കുറച്ച് മാവ് വെച്ച് ഒരു പണിയാരം. ഇഡ്ഡലി മാവ് കുറച്ചേ ഉള്ളൂ. ഇഡ്ഡലി മാവാണ്. ഇഡ്ഡലി ഉണ്ടാക്കിയ മാവ് ബാക്കിയാവുമ്പോൾ ആ മാവ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ബാക്കിയാവുമ്പോഴല്ലേ എപ്പോൾ വേണമെങ്കിൽ ഉണ്ടാക്കാം. പിന്നെ ഇഡ്ഡലി മാവ് വെച്ചിട്ട് ഒരു പണിയാരം. വലിയ ഉള്ളി 2 എണ്ണം, ഒരു പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില അരിഞ്ഞിട്ടത്, നല്ല പൊടിയായിട്ട് അരിഞ്ഞതാണ്. അത് ഇട്ടിട്ടുണ്ടാക്കാം, ഇല്ലാണ്ടുണ്ടാക്കാം, 2 തരത്തിലുണ്ടാക്കാം. നല്ല പൊടിയായിട്ട് അരിഞ്ഞതാണ്. അത് ഇട്ടിട്ടുണ്ടാക്കാം, ഇല്ലാണ്ടുണ്ടാക്കാം, 2 തരത്തിലുണ്ടാക്കാം. അപ്പോൾ ഒഴിവില്ല വെച്ചാൽ ശരി, പെട്ടെന്ന് പണിയാറുണ്ടാക്കാം. അല്ല അതൊക്കെ ഇട്ടിട്ടുണ്ടാകുമ്പോൾ കുറച്ച് വേറെ ടേസ്റ്റ്, ഇല്ലാണ്ടുണ്ടാക്കുമ്പോൾ വേറെ ടേസ്റ്റ്. രണ്ട് തരമാവും മാത്രമേ ഉള്ളൂ. നമുക്ക് എണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത്. ഒന്ന് വാട്ടിയിട്ടാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പച്ചട്ട ഒരു വേറെ ടേസ്റ്റാണ്, വാട്ടിയിട്ട വേറെ ടേസ്റ്റാണ്. എല്ലാവരും വീഡിയോ കാണണം. ചെറിയ വീഡിയോ ഇടണത്, വലിയ വീഡിയോ ഒന്നും ഇല്ല. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത്ര ദിവസം സബ്സ്ക്രൈബ് ചെയ്തവർക്കും വളരെയധികം നന്ദിയുണ്ട്. നമുക്ക് ഉള്ളിയിടാം, ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഇത്ര ആയാൽ മതി. ഇനി അത് മാവിലിട്ട് കലക്കിയിട്ട് പണിക്കാൻ ഉണ്ടാക്കാം. ഇത്ര മാവിലിട്ടു. 2 മിനിറ്റ് ചൂടാറാൻ വെക്കണം, ഇടാൻ പാടുള്ളൂ. എണ്ണ കുറച്ച് ഒഴിക്കാം.
സിമ്മിലിട്ട് വേവിക്കാം. 1 മിനിറ്റ് അടച്ചേക്കാം. മറിച്ചിടാം. ഇതേമാതിരി കളറാവും. ഇതേ കളറാവണം. മേലൊക്കെ നല്ല ഇങ്ങനെ മുരുന്നനുണ്ടാവും. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ്. ചട്നി വേണമെങ്കിൽ ചട്നിയുടെ കൂടെ കൂട്ടാം, സാമ്പാർ കൂട്ടാം, ചുമ്മാ കഴിക്കാം, ഒന്നും ഇല്ലാണ്ട്. സ്കൂളിൽ കൊടുത്തു വിടാം കുട്ടികൾക്കൊക്കെ. എടുത്ത് കഴിക്കാൻ സുഖമാണ്. തിരിച്ചും ഇങ്ങനെ മറിച്ചിട്ട് 1 മിനിറ്റിന് മറിച്ചിടുക, 1-2 മിനിറ്റ്. അപ്പോൾ ഇങ്ങനെ വേറെ നല്ല അവിടെയും കളർ, പിന്നിലും മുന്നിലും ഒരേമാതിരി കളറാവും. ഇതേമാതിരി പായി നടത്തും. എന്തിനാ തോന്നുകയാണെങ്കിൽ ഒന്നും കൂടി തിരിച്ചിട്ടിട്ട് വേവിക്കാം. ഇഡ്ഡലി മാവ് കുറച്ച് സിമ്മിലൊക്കെ ഇട്ടിട്ട് വേവിക്കണം. നല്ല മണക്ക ഈസി ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.